വെൽക്കം. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ടാരോ കാർഡ് ചൂസ് ചെയ്യും എന്നുള്ളത്. നമ്മൾ ആദ്യം നോക്കുമ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയി നമ്മൾ ഏതൊക്കെ കാർഡുകളാണ് ഉള്ളതെന്ന് നോക്കും. ആദ്യം നമ്മൾ ബഡ്ജറ്റ് വെച്ചാണ് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ എങ്ങനെയാണ് ഒരു റൈഡർ ആൻഡ് വൈറ്റ് ക്ലാസിക്കൽ ടാരോ ഡെക്ക് ചൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വാച്ച് ടിൽ ദി എൻഡ്. ജസ്റ്റ് 5 സ്റ്റെപ്സ് ടു ഫോളോ. Before I start, I want to thank you for being here with me and learning from me. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിൽ ഐ എം പ്രദീപ് ആൻഡ് ഐ ഹെൽപ്പ് പീപ്പിൾ ടു ലേൺ ടാരോ using my tarot wisdom model. If you are interested, you can join my course. You can find the uh, link in the description. 6 കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് ടാരോ ഡെക്ക് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ എന്ത് തരം ടാരോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം? ആർ യു എ ക്ലാസിക്കൽ പേഴ്സൺ ഓർ എ മിത്തിക്കൽ പേഴ്സൺ? ക്ലാസിക് ടാരോ ഡെക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് റൈഡർ ആൻഡ് വൈറ്റ് ആണ്. റൈഡർ ആൻഡ് വൈറ്റിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയുള്ളൂ കൃത്യമായിട്ട്. മറ്റേത് ഞാൻ പഠിക്കുന്നുള്ളൂ. അതല്ല, നിങ്ങൾ മിത്തിക്കൽ ഇതുള്ള ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ടോത്ത് ടാരോ ആണ് എടുക്കേണ്ടത്. അത് അലിസ്റ്റർ ക്രൗലി എഴുതിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഡെക്കാണ്. അത് മിത്തോളജി ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഈജിപ്ഷ്യൻ ആൻഡ് അസ്ട്രോളജി. പിന്നെ വൈൽഡ് അൺനോൺ ടാരോ, പിന്നെ ഒരുപാട് ഒറക്കിൾ ഡെക്സും ഉണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ആദ്യത്തെ ഇതായതുകൊണ്ട് നമ്മൾ റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കാർഡ് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് കാർഡിന്റെ സൈസും ടെക്സ്ചറുമാണ്. എന്താണ് സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡുകൾ പ്രധാനമായിട്ട് 3 തരത്തിൽ വരും. ഇത് റെഗുലർ സൈസ് ഡെക്കാണ്. ഇത് സ്മോൾ സൈസ് ആണ്. ഇത് കൂടാതെ ഒരു ലാർജ് സൈസ് കൂടി വരും. എൻ്റെ ലാർജ് സൈസ് ഡെക്കുകളില്ല. റെഗുലർ സൈസും ഉപയോഗിക്കാം, നമുക്ക് സ്മോൾ ഡെക്സും ആണ് ഇതാക്കുന്നത്. അപ്പോൾ എപ്പോഴും കാർഡ് വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സൈസ് ഓഫ് ദ കാർഡ് എന്താണെന്നുള്ളതാണ്. സാധാരണ ഇതാണെങ്കിൽ പോക്കറ്റ് അല്ലെങ്കിൽ മിനി എന്ന് വരും. ഇത് റെഗുലർ എന്ന് വരും. മറ്റേതിൽ ലാർജ് എന്ന് വരും. കാരണം ചില ടാരോ ഡെക്കുകൾ റിവ്യൂ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. നമുക്ക് ഷഫിൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വളരെ വലിയ ഡെക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ടാരോ ഡെക്ക് വാങ്ങുമ്പോൾ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ കാർഡിന്റെ തിക്നെസ് ആണ്. ഇതിനാണ് നമ്മൾ GSM എന്ന് പറയുന്നത്. ഇത് ഈ തിക്നെസ് ഒരു 350 മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഈ കാർഡ് ദീർഘകാലം നിൽക്കുകയുള്ളൂ. 300 താഴെയാണെങ്കിൽ തിൻ കാർഡായിരിക്കും. ഷഫിൾ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഫോർ എക്സാമ്പിൾ ഇത് വളരെ തിൻ ആയിട്ടുള്ള GSM ആണ്. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല. പലപ്പോഴും കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, വില ഉള്ളൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് നമ്മൾ നോക്കണം. ചിലർക്ക് ഗ്ലോസി ഫിനിഷിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും ഇഷ്ടം. ഗ്ലോസി ആണെങ്കിൽ ഷഫിൾ ചെയ്യാം, പക്ഷെ കയ്യിൽ നിന്ന് ചാടിപ്പോവും ചിലപ്പോൾ ഡെക്ക്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുള്ളൂ. മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇതായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇത് എല്ലാം നമ്മളൊന്ന് എന്താ പറയുക, ആ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കണം. അതായത് സൈസ് ഓഫ് ദ കാർഡ് എന്താണ്, തിക്നെസ് ഓഫ് ദ കാർഡ്, വൺ കാർഡ്. അതിൽ ചില പടങ്ങളൊക്കെ ഉണ്ടാവും, ചില കാർഡുകളൊക്കെ ഫോൾഡ് ചെയ്ത് മടക്കിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് നോക്കണം. പിന്നെ ഫിനിഷ് എന്താണെന്ന് നോക്കണം. ഐ യു റെഡി? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ബിഗിനർ ഫ്രണ്ട്ലി ഡെക്സ് ചൂസ് ചെയ്യുന്നത് നല്ലത്. ബിഗിനർ ഫ്രണ്ട്ലി ഡെക്ക് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ ഈ കാർഡ്സിന്റെ കൂടെ ഒരു ചെറിയ കാർഡ് ബുക്ക് കൂടി വരും. അത് ഇവിടെ ഒരു സ്മോൾ ബുക്ക്ലെറ്റ് കൂടി ഉണ്ടാവും ഇതേമാതിരി. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കാർഡിനെ കുറിച്ച് യാതൊന്നും അറിയില്ലെങ്കിലും ഈ ബുക്ക്ലെറ്റ് തുറന്നു നോക്കി അർത്ഥം പഠിക്കാൻ പറ്റും. ചിലതിൽ നല്ല ഗ്ലോസി തിക്ക് ആയിട്ടുള്ള ബുക്കുകൾ വരും. പക്ഷെ ചില കാർഡുകളിൽ കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബുക്സ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ ഇതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തുടക്കം നമ്മൾ എടുക്കുമ്പോൾ ചില കാർഡുകളിൽ സൈഡിൽ മീനിങ് ഉള്ളതുണ്ടാവും. അതും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലേൺ ഫ്രം എ ബുക്ക്. ഓക്കെ, സ്മോൾ ബുക്ക്ലെറ്റ് ആണ്, പക്ഷെ ഇത് ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിലും ഭയങ്കര ചെറിയ എഴുത്തിൽ കുറേ ഡാറ്റയുണ്ട്. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡെക്കുകൾ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലത്. റൈഡർ ആൻഡ് വൈറ്റിൽ തന്നെ ചിലതിൽ ഭയങ്കര മേജർ ഉണ്ട്, ഞാനത് അടുത്തതിൽ കാണിച്ചു തരാം. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് എപ്പോഴും കാർഡ് എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം എന്താ പറയുക, ആമസോണിൽ പോയിട്ട് ഒരു 3-4 പേജുകളൊക്കെ തന്നെ നോക്കി എത്ര പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്, എത്ര എപ്പോഴും റിവ്യൂസ് വായിച്ചു നോക്കണം. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാലോ ടാരോ കാർഡ് മിനിമം ഒരു 600 രൂപയിലെങ്കിലും തുടങ്ങുന്നത്. അത് വളരെ നല്ല ഡെക്കുകൾ എപ്പോഴും 900, 1000. ഫോർ എക്സാമ്പിൾ ഇത് വളരെ ചെറിയ ഡെക്കാണ്, പക്ഷെ ഇത് 1100 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതേസമയം ഇതിന് 750 രൂപ വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിലും വില കുറഞ്ഞ ഡെക്കുകൾ ഉണ്ട്. പക്ഷെ 600-ൽ താഴെ ടാരോ ഡെക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഈ സ്പെഷ്യലി വീട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് വരുമാനമൊന്നുമില്ലെങ്കിൽ നമ്മൾ 600 രൂപയ്ക്ക് കാർഡ് വേണമെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് മേടിച്ചിട്ട് ഇത് ഉപകാരമില്ലാണ്ടാവുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് അത് കൂടി ശ്രദ്ധിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാരോ ഡെക്കിൽ എന്ന് പറയുന്നത് കണക്ട് വിത്ത് ഇമേജറി ആണ്.
എന്താണ് ടാരോ കാർഡിന്റെ ഇമേജറി എന്നുള്ളതാണ്. കാരണം ഓരോ ടാരോ കാർഡ് ഡെക്കും ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഇതാക്കുന്നത്. അതായത് കണക്ട് ചെയ്യുന്നത്. ഇതില് നമ്മുടെ ഇൻറ്റ്യൂഷൻ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ വാങ്ങേണ്ടത്. അത് ടാരോ ഡെക്കിന്റെ ആർട്ട് വർക്ക് നോക്കണം. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണത്തിന് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ ഇത് മിത്തിക്കൽ ടാരോ എന്ന് പറയുന്ന ഇതാണ്. ഇത് ഒരു മോഡേൺ ടാരോ ആണ്. ഇറ്റാലിയൻ ഡിസൈനറാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത് കുറെ കൂടി റിയലിസ്റ്റിക് ആണ്. നമ്മുടെ റൈഡർ ആൻഡ് വൈറ്റിൽ വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ പിക്ചേഴ്സ് ആയിരിക്കും. ഇത് ഇതാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോസി പിക്ചർ ഉണ്ട്. ഇത് ഈ കാർഡും എൻ്റെ അടുത്തുണ്ട്. ഇത് ഗ്ലോസി ഇത് എന്താ പറയുക വാട്ടർ പ്രൂഫാണ്. നമ്മൾ പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ മറ്റേത് നനഞ്ഞ കേടാവും. പിന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പോൾ താഴെയുള്ള ഡെക്ക് എന്ന് പറയുന്നത് 5500 രൂപയുള്ള ഗോൾഡ് പ്ലേറ്റഡ് ഡെക്സ് ആണ്. നമ്മൾ അഡ്വാൻസ്ഡ് ക്ലയൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഡെക്കാണ്. എൻ്റെ അടുത്തില്ല കേട്ടോ. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഏത് ഇമേജുമായിട്ടാണ് നമുക്ക് കണക്ട് ആവാൻ പറ്റുന്നത് എന്ന് നോക്കണം. കാരണം പൊതുവേ അതിൽ 4, 5 പടങ്ങളുണ്ടാവും. അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇമേജറി എന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിലാണ് നമ്മുടെ ഇമാജിനേഷൻ സ്പാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ ടാരോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇതൊരു വെസ്റ്റേൺ സിസ്റ്റം ആയതുകൊണ്ട് ഇതിലെ ചില ഇമേജസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ഇമേജിനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അത് മേടിക്കുക. പിന്നെ ലാസ്റ്റ് വൺ ടാരോ വാങ്ങുന്നത് ഓൾവേസ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഇത് നിങ്ങളിപ്പോൾ ആരോടെങ്കിലും ചോദിക്കുകയോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഇത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക്. പക്ഷേ ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ തന്നെയല്ലേ വാങ്ങാറുള്ളത്. അതേപോലെ നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം നല്ലത്. അതിൽ ശരിയും തെറ്റും എന്തായാലും. അപ്പോൾ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 6 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ക്ലാസിക്കൽ ഇതിൽ നമ്മൾ പോവുക. റൈറ്റ് ആൻഡ് വൈറ്റ്. കാർഡിന്റെ സൈസ് എപ്പോഴും എന്താ പറയുക ഒരു കൊണ്ടു നടക്കാനൊക്കെ ആണെങ്കിൽ ഇതാണ് നല്ലത്. എവിടെയും എടുത്തു വെക്കാനും സൗകര്യമുള്ളത്. പോക്കറ്റ് സൈസ് അല്ലെങ്കിൽ റെഗുലർ സൈസ് എടുക്കുക. തിക്നെസ് ശ്രദ്ധിക്കണം. GSM 350യുടെ മോഡലാണ് നോക്കേണ്ടത്. ഗ്ലോസി ആണോ മാറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം നോക്കണം. പിന്നെ എപ്പോഴും ഫ്രണ്ട്ലി ഡെക്സ്. ഞാൻ പറഞ്ഞില്ല ചിലതിൽ ഭയങ്കര കോംപ്ലക്സ് ഇമേജ് വരും. ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് മിത്തിക്കൽ ഇതുണ്ടല്ലോ കോംപ്ലക്സ് ഇമേജ് ആണ്. അതൊന്നും ഫ്രണ്ട്ലി ഡെക്സ് അല്ല. അത് കുറച്ച് പ്രാക്ടീസ് കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും എന്താ പറയുക പലതും നോക്കുക. ദെൻ കണക്ട് വിത്ത് ഇമേജറി. പിക്ചേഴ്സ് നോക്കിയിട്ട് ആ പിക്ചർ എന്ത് ഇമേജ് ആണ് നിങ്ങൾ ഇവോക്ക് ചെയ്യുന്നത് എന്ന് നോക്കുക. ഫൈനലി ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ഗോ വിത്ത് യുവർ ബഡ്ജറ്റ്. I wish you all the best for picking your first tarot deck, and that is the beginning of your wonderful journey. I'll see you in the other video. Until then, this is your trainer Pradeep signing off.